നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആചാരത്തിന്റെ ഭാഗമായ വെടിക്കെട്ട് നിരോധിക്കുന്നത് അപകടത്തിന്റെ പേരിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് സമമെന്ന് ഹൈക്കോടതി. പ്രസിദ്ധമായ തൃശൂരിലെ ആറാട്ടുപുഴ പൂരം, പാലക്കാട് കാവശ്ശേരി പൂരം എന്നിവയുടെ ഭാഗമായുള്ള വെടിക്കെട്ടിന് MDM അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ആചാരത്തിന്റെ ഭാഗമായി കാലങ്ങളായി നടക്കുന്ന വെടിക്കെട്ട് സ്ഥിരമായി തടയാനാകില്ല. അപകടം ഉണ്ടാക്കുന്നത് സർക്കാർ ആവശ്യത്തിന് മുൻകരുതൽ എടുക്കാത്തതിനാലാണെന്നും കോടതി നിരീക്ഷിച്ചു. എല്ലാ ക്ഷേത്രങ്ങളിലും വെടിക്കെട്ട് അനുവദിക്കണം എന്നല്ല പറയുന്നത്, എന്നാൽ അത് ആചാരത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങളിൽ മറ്റൊരിടത്ത് അപകടം ഉണ്ടായി എന്നതിന്റെ പേരിൽ വെടിക്കെട്ട് അനുവദിക്കാതിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും വെടിക്കെട്ട് അനുവദിക്കണം എന്നല്ല പറയുന്നത്, എന്നാൽ അത് ആചാരത്തിന്റെ ഭാഗമായ ക്ഷേത്രങ്ങളിൽ മറ്റൊരിടത്ത് അപകടം ഉണ്ടായി എന്നതിന്റെ പേരിൽ വെടിക്കെട്ട് അനുവദിക്കാതിരിക്കരുതെന്നും കോടതി പറഞ്ഞു. MDMമാരുടെ ഉത്തരവുകൾ റദ്ദാക്കിയ ഹൈക്കോടതി കർശനമായ നിബന്ധനകളോടെ വെടിക്കെട്ടിന് അനുമതി നൽകാനും നിർദ്ദേശം നൽകി. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതിയും കാവശ്ശേരി പൂരം കോഓർഡിനേഷൻ കമ്മിറ്റിയുമാണ് വെടിക്കെട്ടിന് അനുമതി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. 10 ഏക്കറോളം സ്ഥലമുള്ളതിനാൽ വെടിക്കെട്ട് സുരക്ഷിതമായി നടത്താനാകുമെന്ന് കാവശ്ശേരി പൂരം കോഓർഡിനേഷൻ കമ്മിറ്റിയും സുരക്ഷിതമായി വെടിക്കെട്ട് നടത്താൻ സൗകര്യമുണ്ടെന്ന് ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതിയും അറിയിച്ചു. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ അപകടം ഉണ്ടായിട്ടില്ലെന്നും വിശദീകരിച്ചു. ക്ഷേത്രോത്സവങ്ങൾ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആറാട്ടുപുഴ പൂരം കേരളത്തിന്റെ ആകെ ആഘോഷമാണ്. 3000 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ആറാട്ടുപുഴ ക്ഷേത്രം എന്നാണ് കരുതുന്നത്. കാവശ്ശേരി പൂരവും അതുപോലെ പ്രശസ്തമാണ്. അവിടെയും വെടിക്കെട്ട് കാലങ്ങളായി ആചാരത്തിന്റെ ഭാഗമാണെന്ന് കോടതി വ്യക്തമാക്കി.